ആസ്ട്രോളജി പ്രകാരം 9-ാം ഭാവം 9 ഹൗസ് ഭാഗ്യം, ഗുരു അനുഗ്രഹം, പിതാവ്, ധർമ്മം, ആത്മീയത, ദൂരയാത്ര, ഉയർന്ന പഠനം, ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഈ ഭാവത്തിന് നെഗറ്റീവ് ഹീറ്റ് അല്ലെങ്കിൽ ദോഷകരമായ സ്വാധീനമുണ്ടെന്ന് പറയുന്നത് സാധാരണയായി 9-ാം ഭാവം പാപഗ്രഹങ്ങളാൽ ബാധിക്കപ്പെടുക, സബ്ലോർഡ് ദുർബലമാകുക, അല്ലെങ്കിൽ രാഹു, കേതു, ശനി, ചൊവ്വയുടെ ദോഷകരമായ ബന്ധമുണ്ടാകുക എന്നർത്ഥത്തിലാണ്. ഇത് വന്നാൽ ചിലർക്ക് അനുഭവപ്പെടാവുന്ന കാര്യങ്ങൾ: ഭാഗ്യം വൈകി പ്രവർത്തിക്കുക, അച്ഛനുമായി അഭിപ്രായ വ്യത്യാസം, പഠനത്തിൽ തടസ്സങ്ങൾ, മാനസിക അസ്വസ്ഥത, ആത്മീയ താൽപര്യം കുറയുക, ദൂരയാത്രകളിൽ പ്രശ്നങ്ങൾ, നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുക. പരിഹാരങ്ങൾ ജ്യോതിഷവിശ്വാസത്തിന്റെ ഭാഗമായാണ് കാണേണ്ടത്. ഇത് ജീവിത തീരുമാനങ്ങൾക്ക് ഏക അടിസ്ഥാനമാക്കരുത്. എന്നാൽ ആത്മവിശ്വാസം, ശീലങ്ങൾ, ആത്മീയ സമാധാനം എന്നിവയ്ക്കായി പലരും താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 1. ഗുരുവിനെ ശക്തിപ്പെടുത്തൽ. 9-ാം ഭാവത്തിന്റെ കാർക്കഗ്രഹമായി പലപ്പോൾ ഗുരുവിനെ കാണുന്നു. വ്യാഴാഴ്ച ഉപവാസം അല്ലെങ്കിൽ ലളിതമായ ഭക്ഷണം, മഞ്ഞ വസ്ത്രം ധരിക്കൽ. വിദ്യാർത്ഥികൾക്ക് പുസ്തകദാനം, ഗുരുവിനെയോ അധ്യാപകരെയോ ആദരിക്കൽ. ഓം ഗ്രാം ഗ്രീം ഗ്രവം സഹ് ഗുരുവേ നമഃ. ജപം 2. പിതാവിനോടും മുതിർന്നവരോടും ആദരം. 9-ാം ഭാവം പിതൃധർമ്മത്തെയും സനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. അച്ഛനോട് ബഹുമാനം കാണിക്കുക, കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക. പിതൃതർപ്പണം, സ്മരണം ചെയ്യുക. വിശ്വാസമുള്ളവർ. 3. ധർമ്മപ്രവൃത്തികൾ. ദാനം ചെയ്യുക, അനാഥർക്കോ വിദ്യാർത്ഥികൾക്കോ സഹായം, ക്ഷേത്രസേവനം, വൃക്ഷതൈ നട്ട് പരിപാലിക്കൽ. ഇവ 9-ാം ഭാവത്തിന്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. 4. രാഹു, കേതു ദോഷമുണ്ടെങ്കിൽ ചില KP ചാർട്ടുകളിൽ 9-ാം ഭാവം രാഹു, കേതുവാൽ ബാധിക്കപ്പെട്ടിരിക്കും. മഹാശിവരാത്രി പോലുള്ള ദിവസങ്ങളിൽ ശിവ ആരാധന, ഓം നമഃ ശിവായ, ജപം. നായ്ക്കൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകൽ, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ ധ്യാനം. 5. ശനി സ്വാധീനം കൂടുതലാണെങ്കിൽ ശനി കാരണം ഭാഗ്യം വൈകി പ്രവർത്തിക്കുന്നതായി കരുതാറുണ്ട്. ശനിയാഴ്ച ദരിദ്രർക്കു ഭക്ഷണം നൽകുക, കഠിനാധ്വാനം ഉപേക്ഷിക്കാതെ തുടരുക. വാഗ്ദാനം പാലിക്കുന്ന ശീലം വളർത്തുക. 6. വീട്ടിലെ ആത്മീയ അന്തരീക്ഷം. രാവിലെ ദീപം തെളിയിക്കുക, വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഗുരുസ്തോത്രം കേൾക്കുക, വീടിന്റെ വടക്കുകിഴക്ക് ഭാഗം ശുചിയായി സൂക്ഷിക്കുക. KP ആസ്ട്രോളജിയിൽ പ്രധാനമായി നോക്കുന്നത് KPയിൽ ഒരു ഭാവത്തിന്റെ ഫലം തീരുമാനിക്കാൻ കസ്പാൽ, സബ് ലോഡ്, സ്റ്റാർ ലോഡ്, സിഗ്നിഫിക്കേറ്റീസ്, ദശഭുഗതി ഇവയെല്ലാം ചേർന്നാണ് ഫലം പറയുന്നത്. അതുകൊണ്ട് 9-ാം ഭാവത്തിന് നെഗറ്റീവ് ഹീറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പൂർണ്ണമായ വിധി പറയാൻ കഴിയില്ല. KP ആസ്ട്രോളജി പ്രകാരം 9-ാം ഭാവം 9 ഹൗസ് ഭാഗ്യം, ഗുരു അനുഗ്രഹം, പിതാവ്, ധർമ്മം, ആത്മീയത, ദൂരയാത്ര, ഉയർന്ന പഠനം, ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഈ ഭാവത്തിന് നെഗറ്റീവ് ഹീറ്റ് അല്ലെങ്കിൽ ദോഷകരമായ സ്വാധീനമുണ്ടെന്ന് പറയുന്നത് സാധാരണയായി 9-ാം ഭാവം പാപഗ്രഹങ്ങളാൽ ബാധിക്കപ്പെടുക, സബ്ലോർഡ് ദുർബലമാകുക, അല്ലെങ്കിൽ രാഹു, കേതു, ശനി, ചൊവ്വയുടെ ദോഷകരമായ ബന്ധമുണ്ടാകുക എന്നർത്ഥത്തിലാണ്. ഇത് വന്നാൽ ചിലർക്ക് അനുഭവപ്പെടാവുന്ന കാര്യങ്ങൾ: ഭാഗ്യം വൈകി പ്രവർത്തിക്കുക, അച്ഛനുമായി അഭിപ്രായ വ്യത്യാസം, പഠനത്തിൽ തടസ്സങ്ങൾ, മാനസിക അസ്വസ്ഥത, ആത്മീയ താൽപര്യം കുറയുക, ദൂരയാത്രകളിൽ പ്രശ്നങ്ങൾ, നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുക. പരിഹാരങ്ങൾ ജ്യോതിഷവിശ്വാസത്തിന്റെ ഭാഗമായാണ് കാണേണ്ടത്. ഇത് ജീവിത തീരുമാനങ്ങൾക്ക് ഏക അടിസ്ഥാനമാക്കരുത്. എന്നാൽ ആത്മവിശ്വാസം, ശീലങ്ങൾ, ആത്മീയ സമാധാനം എന്നിവയ്ക്കായി പലരും താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 1. ഗുരുവിനെ ശക്തിപ്പെടുത്തൽ. 9-ാം ഭാവത്തിന്റെ കാർക്കഗ്രഹമായി പലപ്പോൾ ഗുരുവിനെ കാണുന്നു. വ്യാഴാഴ്ച ഉപവാസം അല്ലെങ്കിൽ ലളിതമായ ഭക്ഷണം, മഞ്ഞ വസ്ത്രം ധരിക്കൽ. വിദ്യാർത്ഥികൾക്ക് പുസ്തകദാനം, ഗുരുവിനെയോ അധ്യാപകരെയോ ആദരിക്കൽ. ഓം ഗ്രാം ഗ്രീം ഗ്രവം സഹ് ഗുരുവേ നമഃ. ജപം 2. പിതാവിനോടും മുതിർന്നവരോടും ആദരം. 9-ാം ഭാവം പിതൃധർമ്മത്തെയും സനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. അച്ഛനോട് ബഹുമാനം കാണിക്കുക, കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക. പിതൃതർപ്പണം, സ്മരണം ചെയ്യുക. വിശ്വാസമുള്ളവർ. 3. ധർമ്മപ്രവൃത്തികൾ. ദാനം ചെയ്യുക, അനാഥർക്കോ വിദ്യാർത്ഥികൾക്കോ സഹായം, ക്ഷേത്രസേവനം, വൃക്ഷതൈ നട്ട് പരിപാലിക്കൽ. ഇവ 9-ാം ഭാവത്തിന്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. 4. രാഹു, കേതു ദോഷമുണ്ടെങ്കിൽ ചില KP ചാർട്ടുകളിൽ 9-ാം ഭാവം രാഹു, കേതുവാൽ ബാധിക്കപ്പെട്ടിരിക്കും. മഹാശിവരാത്രി പോലുള്ള ദിവസങ്ങളിൽ ശിവ ആരാധന, ഓം നമഃ ശിവായ, ജപം. നായ്ക്കൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകൽ, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ ധ്യാനം. 5. ശനി സ്വാധീനം കൂടുതലാണെങ്കിൽ ശനി കാരണം ഭാഗ്യം വൈകി പ്രവർത്തിക്കുന്നതായി കരുതാറുണ്ട്. ശനിയാഴ്ച ദരിദ്രർക്കു ഭക്ഷണം നൽകുക, കഠിനാധ്വാനം ഉപേക്ഷിക്കാതെ തുടരുക. വാഗ്ദാനം പാലിക്കുന്ന ശീലം വളർത്തുക. 6.
വീട്ടിലെ ആത്മീയ അന്തരീക്ഷം രാവിലെ ദീപം തെളിയിക്കുക വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഗുരുസ്തോത്രം കേൾക്കുക വീടിന്റെ വടക്കുകിഴക്ക് ഭാഗം ശുചിയായി സൂക്ഷിക്കുക കെപി ആസ്ട്രോളജിയിൽ പ്രധാനമായി നോക്കുന്നത് കെപിയിൽ ഒരു ഭാവത്തിന്റെ ഫലം തീരുമാനിക്കാൻ കസ്പാൽ സബ് ലോർഡ് സ്റ്റാർ ലോർഡ് സിഗ്നിഫിക്കേറ്റീസ് ദശഭുഗതി ഇവയെല്ലാം ചേർന്നാണ് ഫലം പറയുന്നത് അതുകൊണ്ട് 9ാം ഭാവത്തിന് നെഗറ്റീവ് ഹീറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പൂർണ്ണമായ വിധി പറയാൻ കഴിയില്ല